ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡീസി. ഇന്ന് നമ്മൾ ഓപ്ഷണൽ ടെക്സ്റ്റായിട്ടുള്ള പട്കഥ ലേഖൻ വ വിജ്ഞാപൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് നോക്കുന്നത്. നമ്മൾ അതിൽ സെക്കൻഡ് പോർഷനായിട്ടുള്ള വിജ്ഞാപനെ പറ്റിയാണ് ആദ്യമേ നമ്മൾ നോക്കുന്നത്. അതിലെ അധ്യായ 2 വിജ്ഞാപൻ വിവിധ മാധ്യം ഔർ പ്രകാർ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ പരസ്യം സാധ്യമല്ല. പരസ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ ആദ്യ പരസ്യം 1622 ഇംഗ്ലണ്ടിലെ വീക്ക്ലി റിലേഷൻ ന്യൂസ് എന്ന പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അമേരിക്കയിൽ പരസ്യം ഔപചാരികമായി ആരംഭിച്ചത് 1704 അമേരിക്കയിലെ ബോസ്റ്റൺ ന്യൂസ് ലെറ്റർ എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തോടെയാണ്. ഇന്ത്യയിൽ 1779 കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നറിയപ്പെടുന്ന ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചതോടെയാണ് പരസ്യം ആരംഭിച്ചത്. മാധ്യമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പരസ്യത്തെ 3ആയി തരംതിരിക്കാം. ഒന്നാമത്തെയാണ് മുദ്രിത മാധ്യം. അതിൻ്റെ എക്സാമ്പിളാണ് സമാചാർ പത്ര, പത്രികായം, സ്മാരിക, ഹാൻഡ്ബിൽ, പോസ്റ്റർ. രണ്ടാമത്തത് ഇലക്ട്രോണിക് മാധ്യം. അതിൻ്റെ എക്സാമ്പിളാണ് റേഡിയോ, ടെലിവിഷൻ, സിനിമ, വീഡിയോ, ഇൻ്റർനെറ്റ്. മൂന്നാമത്തേതാണ് അന്യമാധ്യം. അതിൽ വരുന്നതാണ് മൊബൈൽ, ബിൽബോർഡ് ഒക്കെ. ഇനി അടുത്തതാണ് പ്രിൻ്റ്. മുദ്രിത മാധ്യമത്തിൽ വരുന്നതാണ് അത്. ആധുനിക പരസ്യത്തിൻ്റെ ഫലപ്രദമായ ഒരു മാധ്യമം അച്ചടി മാധ്യമമാണ്. പത്രങ്ങൾ, മാഗസിൻ, ഹാൻഡ്ബിൽ, പോസ്റ്റർ, ബിൽബോർഡ് എല്ലാം പ്രിൻ്റ് മാധ്യം വിജ്ഞാപൻ്റെ വിഭാഗത്തിൽ പെടുന്നു. അച്ചടി മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നത് അത് നേരിട്ട് ലക്ഷ്യമിടുന്ന ഉപഭോക്തൃ വിഭാഗത്തിൽ എത്തിച്ചേരുന്നു എന്നതാണ്. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കായി വ്യത്യസ്ത പേജുകൾ പത്രത്തിൽ നീക്കിവെച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും ആദ്യ പേജിൽ അച്ചടിക്കുന്നു. 2-3 പേജ് നഗരവുമായി റിലേറ്റ് ചെയ്തതാണ്. ദേശീയ, അന്തർദേശീയ തലം മുതൽ കായികം വരെയുള്ള വാർത്തകൾക്കായി പേജുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പരസ്യദാതാക്കൾക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. കാരണം ഓരോ പേജിൽ താൽപ്പര്യമുള്ള ഒരു പ്രത്യേക വിഭാഗം വായനക്കാരുണ്ട്. ഫുൾ പേജ് തൊട്ട് ചെറിയ കോളം വരെയുള്ള പരസ്യങ്ങൾ നൽകാനുള്ള സൗകര്യം പത്രങ്ങൾ നൽകിയിരിക്കുന്നു. അച്ചടി മാധ്യമ ലോകത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, കായിക വിനോദവുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥി മത്സരമായി ബന്ധപ്പെട്ട്, ചിലത് രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാസികകളുണ്ട്. ഓരോ മാസികയും ഒരു പ്രത്യേക ഉപഭോക്തൃ വിഭാഗത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇക്കാലത്ത് കൂടുതൽ പരസ്യങ്ങൾ ലഭിക്കാനുള്ള ആഗ്രഹത്തിൽ പത്രങ്ങളും മാസികകളും പുതിയ അച്ചടി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവരുടെ പരസ്യങ്ങൾ കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കാൻ ശ്രമിക്കുന്നു. പുതുമയുടെയും സ്ഥിരതയുടെയും ഒരു സവിശേഷ ഉദാഹരണമാണ് പ്രിന്റ് മാധ്യം വിജ്ഞാപൻ. ഇനി അടുത്തതാണ് റേഡിയോ. റേഡിയോ എന്നത് ഒരു ചലനാത്മക പരസ്യ മാധ്യമമാണ്. ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് സവിശേഷമാകുന്നത്. റേഡിയോ മാധ്യമത്തിൻ്റെ അടിസ്ഥാന ജീവനം ശ്രോതാവിൻ്റെ ഭാവനയെ ബേസ് ചെയ്തതാണ്. റേഡിയോ പറയുന്ന ചിത്രങ്ങൾ ശ്രോതാവിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു. ഓട്ടോക്കാരൻ മുതൽ കാർ ഡ്രൈവർ വരെ എല്ലാവരുടെയും ഒരു പ്രത്യേക സുഹൃത്താണ് റേഡിയോ. ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന കർഷകൻ മുതൽ നഗരത്തിലെ ഉയർന്ന കെട്ടിടത്തിൽ ജീവിക്കുന്നവർ വരെ അതിൻ്റെ വ്യാപ്തി വ്യാപിക്കുന്നു. ആളുകൾ അവരുടെ താൽപ്പര്യം, പ്രായം, അഭിനിവേശം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് റേഡിയോ കേൾക്കുന്നത്. FM ചാനലുകളുടെ വരവ് ഈ തിരഞ്ഞെടുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കി. പരസ്യദാതാക്കൾ റേഡിയോ സമയം മൊത്തമായി വാങ്ങുന്നു. റേഡിയോ പരസ്യങ്ങളുടെ നിർമ്മാണത്തിൽ വിപുലമായ ഡിസൈൻ, ഡ്രസ്, ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. മുമ്പ് റേഡിയോ സംസാരിക്കാൻ മാത്രമുള്ള മാധ്യമമായിരുന്നു. എന്നാൽ ഇന്ന് അത് കൂടുതൽ സംവേദനാത്മകമായി മാറിയിരിക്കുന്നു. ഇന്ന് RJ-മാർ ശ്രോതാക്കളെ വിളിച്ച് സംസാരിക്കുകയും വിവിധ സാമൂഹിക, സാംസ്കാരിക വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും SMS-ലൂടെ ചെയ്യുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും സജീവവും ജനപ്രിയവുമായ മാധ്യമങ്ങളിൽ ഒന്നാണ് റേഡിയോ. ഇനി അടുത്തതാണ് ടെലിവിഷൻ. നേരിട്ട് വീട്ടിനുള്ളിലെ ഉപഭോക്താവിനെ അഭിസംബോധന ചെയ്യുന്നു. അതിൻ്റെ അഗാധത്തിൽ നിന്ന് ആർക്കും വിട്ടുനിൽക്കാൻ കഴിയില്ല. ഉപഭോക്താക്കളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത് മുതൽ നിയന്ത്രിക്കുന്നത് വരെ TV പരസ്യങ്ങൾ ചെയ്യുന്നു. പരസ്യ നിർമ്മാണത്തിൻ്റെയും പ്രക്ഷേപണത്തിൻ്റെയും ചിലവ് ഉൾപ്പെടെ TVയിലെ പരസ്യങ്ങൾക്ക് ഒരു വലിയ ബഡ്ജറ്റ് ആവശ്യമാണ്. 10 സെക്കൻഡ് എന്ന നിശ്ചിത കാലയളവിൽ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പരസ്യങ്ങൾ ഒരേ സമയം എത്തിച്ചേരുന്ന രീതി മറ്റൊരു മാധ്യമത്തിലും സാധ്യമല്ല. എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അവരുടെ പ്രിയപ്പെട്ട ചാനലുകൾ തിരഞ്ഞെടുക്കുന്നു. ഈ ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുന്ന പരസ്യങ്ങൾ ആ ചാനലിൽ കാണിക്കേണ്ടതുണ്ട്. TV പരസ്യത്തിൻ്റെ ഒരു പരിമിതി പലപ്പോഴും പ്രോഗ്രാമിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ അപ്രധാനമായി തീരുന്നു എന്നതാണ്. കാഴ്ചക്കാരെ ആകർഷിപ്പിക്കുക എന്നതാണ് പരസ്യദാതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ അതിജീവിച്ച് നടത്തുന്ന പരസ്യം വിജയകരമാകും. ഇനി അടുത്തതാണ് മൊബൈൽ ഫോൺ. 2000-ൽ ഫിൻലാൻഡിലാണ് ആദ്യമായി പരസ്യങ്ങൾക്കായി മൊബൈൽ സേവനം ഉപയോഗിച്ചത്. മൊബൈൽ വിപണിയും അതിൻ്റെ സാങ്കേതിക വിദ്യയും വികസിച്ചുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ അതിൽ മെസ്സേജ് അയക്കാനും വായിക്കാനും ഫോട്ടോ സെൻഡ് ചെയ്യാനും പാട്ട് കേൾക്കാനും സിനിമാ ക്ലിപ്പുകൾ കാണാനും കഴിയും. യുവവർഗത്തിൻ്റെ ഒരു ജീവിത കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ. ഫോണിലെ പരസ്യ സന്ദേശങ്ങൾ SMS അല്ലെങ്കിൽ ഷോർട്ട് മെസ്സേജ് സർവീസ്, MMS മൾട്ടിമീഡിയ സർവീസ്, ഓഡിയോ വോയിസ്, വാട്സപ്പ്, ഇൻസ്റ്റ എന്നിവയിലൂടെയാണ് അയക്കുന്നത്. ബാങ്കിംഗ്, പ്രോപ്പർട്ടി, ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണ് ഈ സൗകര്യം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പ്രാദേശിക കടയുടമകളും വലിയ അന്താരാഷ്ട്ര കമ്പനികളും മൊബൈൽ പരസ്യം ഉപയോഗിക്കുന്നു. ദിവസം മുഴുവൻ ഫോണിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ ഉപഭോക്താവ് ആകർഷിക്കപ്പെടുകയും അതിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇൻ്റർനെറ്റ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പരസ്യമാധ്യമമാണ് ഇൻ്റർനെറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ വിശേഷത ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയിലോ സമയത്തിൻ്റെയോ പരിധിയില്ല എന്നതാണ്. ഇൻ്റർനെറ്റിൽ പരസ്യം ചെയ്യുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഒന്ന്, കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് സൃഷ്ടികരിച്ച് ഇൻ്റർനെറ്റിൽ ഇടുക എന്നതാണ്. താൽപ്പര്യമുള്ള ആളുകൾക്ക് അവരുടെ പ്രത്യേകതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ദശലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ഇൻ്റർനെറ്റ് പരസ്യത്തിൻ്റെ മറ്റൊരു രൂപങ്ങളാണ് ഗൂഗിൾ, യാഹൂ, MSN തുടങ്ങിയ സെർച്ച് എഞ്ചിനുകളുമായി ബന്ധപ്പെട്ടത്. നമ്മൾ എന്ത് തിരഞ്ഞാലും സ്ക്രീനിൻ്റെ വലതുവശത്ത് ഒരു പരസ്യ ബാർ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ തിരയലുമായി ബന്ധപ്പെട്ട സേവനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളുടെ പരസ്യങ്ങൾ അവിടെ കാണാൻ കഴിയും. ഇത് സമയവും ലാഭിക്കുന്നു. എത്ര പേർ നിങ്ങളുടെ പരസ്യം കണ്ടു, അവർ അതിൽ തൃപ്തരാണോ അല്ലയോ, അവരുടെ പ്രതികരണം മുതലായവ ഈ മാധ്യമത്തിലൂടെ വേഗത്തിൽ വിലയിരുത്താൻ കഴിയും. ഇത് ഉൽപ്പന്നമോ സേവനമോ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. എന്തു തന്നെ ആയാലും പരസ്യത്തിൻ്റെ ഒരു സശക്തമായ മാധ്യമമാണ് ഇൻ്റർനെറ്റ്.